മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഉൾപ്പെട്ട CMR ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRന് വീണ്ടും തിരിച്ചടി. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ ഇഡിക്ക് കൈമാറരുത് എന്നുള്ള ഒരു ഹർജിയാണ് PMLA കോടതി മുമ്പാകെ CMRൽ സമർപ്പിച്ചത്. പക്ഷേ രേഖകൾ കൈമാറാനാണ് കോടതി ഉത്തരവിട്ടത്. CMRന് അടുത്ത തിരിച്ചടി ആദ്യം ED അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തു. അതിനുശേഷമാണ് ഈ രേഖകൾ കൈമാറാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ കൈമാറരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ഹർജി. ഈ രണ്ട് ഹർജികളും കോടതി നിരുപാധികം തള്ളിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. SFIO ശേഖരിച്ച സുപ്രധാന രേഖകൾ ഇഡിക്ക് കൈമാറാൻ ആണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട 134 രേഖകളും ഇഡിക്ക് കൈമാറണം എന്നാണ് PMLA കോടതി ഇപ്പോൾ ഉത്തരവിട്ടത്. CMRന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് PMLA കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. രേഖകൾ 10 ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായും എക്സാലോജിക് കമ്പനിയുമായും CMRൽ ഉണ്ടാക്കിയ കരാർ, വീണയുടെ IT റിട്ടേൺസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇഡിക്ക് കൈമാറണം എന്നും കോടതി ഉത്തരവിൽ പറയുന്നു. SFIO ആണ് രേഖകൾ ഹാജരാക്കേണ്ടത്. കോടതി വഴി രേഖകൾ ഇഡിക്ക് കൈമാറും. പിണറായി വിജയന്റെ മകൾക്കെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള ED ഡയറക്ടറുടെ അപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നിർണായക വിധി. SFIO ശേഖരിച്ച രേഖകൾ കൂടി ഇഡിക്ക് കൈമാറുന്നതോടെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് മാറും എന്നാണ് കരുതുന്നത്. എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് EDയുടെ തീരുമാനം എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. SFIO കണ്ടെത്തിയ ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം ഏത് രീതിയിലുള്ള പണം കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടോ, CMRൽ മറ്റ് ഇടപാടുകൾ അതുകൂടി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CMRൽ ഇത്തരം കാര്യങ്ങളിൽ ഹർജിയൊക്കെ കൊടുത്ത് നിയമപരമായ സംരക്ഷണം നേടാൻ ശ്രമിക്കുന്നത്. CMRലും വീണ വിജയനുമായിട്ട് മാത്രമല്ല, അല്ലാതെയും നിരവധി ദുരൂഹമായ അനധികൃതമായ ഇടപാടുകൾ ഉണ്ടായിരുന്നതായി നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. മാത്യു കൊളനാടൻ അടക്കം, അതുപോലെ ഷോൺ ജോർജ് അടക്കം ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ വീണ വിജയനും പിണറായി വിജയനുമായുള്ള ഇടപാടുകൾ മാത്രമല്ല, പല രീതിയിൽ പല അനധികൃത ഇടപാടുകൾ, വിദേശ പണ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള കൈമാറ്റങ്ങളൊക്കെ തന്നെ ഈ CMRലിൻ്റെ മുതലാളിയായ ശശിധരൻ കർത്തയും അതുപോലെ ചില ഏജൻസികളും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കെ ഈ അന്വേഷണം വരുമ്പോൾ CMRലിൻ്റെ സകല രേഖകളും പുറത്തു വരികയും CMRൽ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം കോടതിയുടെയും മറ്റും പരിഗണനയിൽ അതുപോലെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന വിഷയമായതുകൊണ്ട് നമുക്ക് അത്രയും പറയാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീണ വിജയനൊപ്പം തന്നെ CMRലും ഒപ്പം പെട്ട് CMRലിൻ്റെ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഫിനാൻസ് മാനേജർ അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിൽ ഭാഗഭാക്കാക്കിയിട്ടുണ്ട്. അന്വേഷണം അവർക്കെതിരെയും ഉണ്ടാകും, നേരത്തെയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു നടപടി വന്നു കഴിഞ്ഞാൽ CMRലിൻ്റെ കഥയും കഴിയും, വീണ തൈക്കണ്ടിയുടെ അവസ്ഥയും മോശമാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്.